ഇന്നിപ്പോൾ ഈ ജനറൽ ആശുപത്രിയിലെ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയെന്ന് 24 വാർത്ത അത് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഉമാ തോമസ് ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു. ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുത്തു എന്നതാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. വീണ ജോർജ് പറഞ്ഞത് കൂടി ഒന്ന് കേൾക്കാം. സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആയതിന്റെ വിശദാംശങ്ങൾ ചുവടെ ചേർക്കുന്നു. ശ്രീമതി സുമയ്യ ഗോയിറ്റർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് 20/3/2023 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡക്ടമി എന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. യുവതിക്ക് ആവശ്യമായിട്ടുള്ള തുടർ ചികിത്സയും പരിചരണവും നൽകി 30/3/2023 ഡിസ്ചാർജ് ചെയ്തിരുന്നു. ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ അയച്ച് പരിശോധന നടത്തിയപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു. തുടർന്ന് യുവതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി. MG പ്രതീക്ഷ തുടരുന്നുണ്ട്. പ്രതീക്ഷ, ഈ കാര്യത്തിൽ ഡോക്ടറിന് പിഴവ് പറ്റിയെന്ന് മന്ത്രി പറയുന്നില്ല. ഇതിനോടകം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് ആവർത്തിക്കുകയല്ലേ ഇന്ന് നിയമസഭയിൽ മന്ത്രി ചെയ്തത്? രോഗിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയെന്ന വാർത്ത അത് 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ആ വാർത്തയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത്. ഉമാ തോമസ് ആണ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. അതിന് ആരോഗ്യമന്ത്രി മറുപടി നൽകുകയായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയുണ്ടാകുമെന്ന് പറയുകയാണ്. പ്രതീക്ഷ, എന്റെ ചോദ്യം കേട്ടോ? അനുജ, ഈ കാട്ടാക്കട സ്വദേശിയായ സുമയ്യയ്ക്കുണ്ടായുള്ള ഒരു ദുരവസ്ഥ 24 ആണ് പുറത്തുവിട്ടിരുന്നത്. ഈ വാർത്തയാണെന്ന് നിയമസഭയിൽ ചർച്ചയായത്. ഉമാ തോമസ് MLA ആണ് ഇക്കാര്യം കൂടുതൽ വിശദീകരണത്തിനായി ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ചോദ്യമായി പെടുത്തിയത്. പക്ഷേ അപ്പോഴും ഈ ഡോക്ടർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കുമോ, ഡോക്ടറുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം ആരോഗ്യവകുപ്പ് നൽകിയിട്ടില്ല. ഈ സുമയ്യയുമായി ബന്ധപ്പെട്ടുള്ള പരാതി വന്നപ്പോൾ അത് അന്വേഷിച്ചിരുന്നു. ശ്രീചിത്ര ഉൾപ്പെടെ ബന്ധപ്പെട്ടു. ഈ ഗൈഡ് വയർ പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ള മറുപടിയാണ് ആരോഗ്യമന്ത്രി സഭയിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം ഇത് കൂടുതൽ പരിശോധിക്കാനായി ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. വിദഗ്ധ സമിതി സുമയ്യയിൽ നിന്ന് മൊഴിയെടുത്തു. ഈ കൂടുതൽ തുടർ നടപടികൾക്കായി ഈ വിദഗ്ധ സമിതിയിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും നിയമിച്ചിട്ടുണ്ട്. എന്തായാലും വൈകാതെ തന്നെ അതിലൊരു നടപടി ഉണ്ടാകുമെന്നതാണ് ഈ ആരോഗ്യമന്ത്രി അറിയിക്കുന്നത്. ഒപ്പം ഏതെങ്കിലും തരത്തിൽ ചികിത്സാ പിഴവുകൾ ശ്രദ്ധയിൽപ്പെട്ട അതിന് ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ഇന്ന് സഭയെ അറിയിച്ചു. അനുജ, MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.